ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ഞാൻ പതിപോലെ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ദിവസം വന്നിട്ട് ഈ ബെഡ് വിരിച്ചിട്ട് ഇതിൽ ക്യുക്ക് ഡ്രൈ ആണ് ഒഴിക്കുന്നത്. കാര്യം കുഞ്ഞ് വന്നിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ് കേടാവാണ്ടിരിക്കാൻ ക്യുക്ക് ഡ്രൈ ആണ് ഒഴിക്കുന്നത്. പിന്നെ ഇത് ഞാൻ മെറ്റേണിറ്റി പീരീഡിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റേണിറ്റിപ്പിലാണ്. അതിപ്പോൾ കുഞ്ഞ് താഴെ വീഴാണ്ടിരിക്കാൻ, ഇപ്പോൾ നിറങ്ങലും പിടിക്കലൊക്കെ ആണല്ലോ ഫുള്ള്, അപ്പോൾ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തട വയ്ക്കുന്ന പില്ലോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് മൾട്ടിപ്പർപ്പസ് ആണ് ശരിക്കും, നല്ല യൂസ് ആയിട്ടുണ്ട്. പിന്നെ അവൾ ടർക്കിയും കുറേ സാധനങ്ങളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ഫയൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് വന്ന്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം ഓഫീസിൽ പോയിട്ടില്ല എന്ന്. എൻ്റെ ബാക്കിൽ മുതുകിൽ മസിൽ, ഒരു 3 മസിലുണ്ട് നമ്മുടെ ആ പോർഷനിൽ, അത് വന്നിട്ട് വീക്കായിരിക്കുകയാണ്, നീര് കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഓഫീസിലൊന്നും പോവാത്തത്. എനിക്ക് കൂടുതൽ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെയിനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്യൂസാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് എന്തിനീ കർട്ടൻ മാറ്റിയും മറിച്ചും ചെയ്യുന്നതെന്ന്. അത് വെയിൽ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. ചൂട് കൂടുതലാണ്, കുറച്ച് വന്നിട്ട് ലൈറ്റും വേണമല്ലോ. പിന്നെ ഡ്രോയേഴ്സ്, ഒന്ന് എൻ്റെ ഡ്രോയേഴ്സാണ്, ഒന്ന് കുഞ്ഞിൻ്റെതാണ്. കുഞ്ഞിൻ്റെ സാധനങ്ങളും തിങ്സും, ഒന്ന് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വന്നിട്ട് തിങ്സാണ്. പിന്നെ രാവിലെ വന്നിട്ട് കഞ്ഞിയായിരുന്നു, തൈര് കഞ്ഞി, അച്ചാർ, ഓംപ്ലേറ്റ് പ്ലസ് പപ്പടം ഉണ്ടായിരുന്നു. അത് വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വാട്ട് ആൻഡ് ഈറ്റിൻ്റെ ഡേ ഞാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കുറുക്ക് വന്നിട്ട് റാഗി വന്നിട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു രാവിലെ. അവളുടെ ഫുഡിൻ്റെ കാര്യം ഇതെല്ലാം വന്നിട്ട് മമ്മി ചെയ്യണം, ഞാനതൊന്ന് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കുഞ്ഞിൻ്റെ കുറുക്കിൻ്റെ കാര്യം, നമ്മൾ മറ്റേ റാഗി വാങ്ങിച്ച് കുതിർത്ത് അത് അരച്ചിട്ടാണ് അതിൻ്റെ പാലെടുത്തിട്ട് കുറുക്ക് ഉണ്ടാക്കുക. പിന്നെ കുറച്ച് തുണിയൊക്കെ വന്നിട്ട് മമ്മി മേലെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയപ്പോൾ നമുക്കൊരു 10-11 മണിയാകുമ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ മേലെ നിന്ന് അതൊക്കെ പോയി എടുത്തിട്ട് വന്നു. ബാക്കിൽ ആ ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മുടെ വാട്ടർ ടാങ്കാണ് കേട്ടോ, അത് നമ്മുടെ വാട്ടർ ടാങ്കാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് ഫിഷ് കറി ഉണ്ടായിരുന്നു, മുളക് വറുത്തതുണ്ടായിരുന്നു, പിന്നെ വറ്റലെന്ന് പറയും, പച്ചരി കൊണ്ടുണ്ടാക്കുന്നത്. മമ്മി ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണം, അത് വറുത്തതുണ്ടായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ പച്ചപ്പട്ടാണി മസാല, പിന്നെ എന്തായിരുന്നു കൈപ്പയ്ക്ക, നമ്മുടെ പാവയ്ക്ക എന്ന് പറയും, അതിൻ്റെ വന്നിട്ട് തോരൻ, അതും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിന്നൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ ഈവനിങ് വന്നിട്ട് കുഞ്ഞിൻ്റെ റാഗി വന്നിട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. നമ്മൾ പനങ്കൽക്കണ്ടാണ് വന്നിട്ട് ചേർക്കുക. പനങ്കൽക്കണ്ടം വാങ്ങി പൊടിച്ച് വെച്ചിട്ട് അതാണ് വന്നിട്ട് കുഞ്ഞിന് മധുരത്തിനായിട്ട് റാഗിയിൽ ചേർക്കാറ്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വന്നിട്ട് അവൾ ബെഡിലാണ്, നമ്മുടെ ക്രാഡിൽ വന്നിട്ട് ബെഡിലേക്കാണ് വരുന്നത്. അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളെപ്പോഴും ക്യുക്ക് ഡ്രൈ വിരിച്ചേക്കും. അവൾ വന്നിട്ട് തൊട്ടിയിൽ കിടക്കുമ്പോഴേ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡിൽ വീഴാതിരിക്കാനായിട്ട്. അതുകൊണ്ട് എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കാൻ ഇപ്പോൾ കുളിക്കാൻ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇന്ന് വന്നിട്ട് ട്യൂസ്ഡേ ആണ്, അപ്പോൾ മാർക്കറ്റുണ്ട്, പച്ചക്കറി മാർക്കറ്റിൽ പോകാനായിട്ട് ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ മാർക്കറ്റിൽ പോകണം, അപ്പോൾ അതിനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഡ്രസ്സൊക്കെ നോക്കി എടുക്കുമായിരുന്നു ഞാൻ. എപ്പോഴും എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും എടുത്ത് തന്നെ പിന്നെ അത് എൻ്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അത്യാവശ്യം കയ്യിൽ ഉള്ള 1-2-3 ഡ്രസ്സ് മാത്രം മാറി എടുത്തുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ട് റെഡിയായി, അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ റെഡിയായി, പിന്നെ പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ ഹസ്ബൻഡ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നിട്ട് അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പോകുന്ന ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു, നമ്മളത് അവിടെ കൊറിയർ അയച്ചിട്ട് പിന്നെ മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നു. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ആകെ ടയേർഡായി. പിന്നെ കുട്ടിയായിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം വൈൻഡപ്പ്